ഒരു ലവ് ലെറ്റർ വരുത്തി വെച്ചൊരു വിനയെ. രചന അവതരണം സ്വപ്നശ്രീ. അരുൺ, വിശാൽ, രാഹുൽ നഗരത്തിലെ പ്രശസ്തമായ സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ. ഇണപിരിയാത്ത കൂട്ടുകാർ. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അരുണും വിശാലും. അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരുടെയും കണ്ണിലുണ്ണിയാണ് അവർ. എന്നാൽ ഈ സൗഹൃദത്തിന് ഒരു അപമാനമാണ് രാഹുൽ. എല്ലാ എക്സാമിനും 30 താഴെ മാർക്ക് വാങ്ങുന്ന വ്യക്തി എന്ന ബഹുമതിക്കുടമയാണ് രാഹുൽ. കോപ്പിയടിച്ചും കൂട്ടുകാരുടെ കാരുണ്യം കൊണ്ടുമാണ് അവൻ ഇത്ര വരെ എത്തിയത്. എന്നാൽ അധ്യാപകർ ഈ വിജയരഹസ്യം മനസ്സിലാക്കിയതോടെ രാഹുലിന് VIP ട്രീറ്റ്മെൻറ്റ് നൽകാൻ തുടങ്ങി. എക്സാം ദിവസം അവനെ അടിമുടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് കയറ്റാറുള്ളൂ. എങ്കിലും പ്രിയ സുഹൃത്തുക്കൾ അവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷാണ് അരുണിൻ്റെയും വിശാലിൻ്റെയും ഇഷ്ടവിഷയമെങ്കിൽ രാഹുലിൻ്റെ ശത്രുവാണ് ഇംഗ്ലീഷ്. എടുക്കുന്ന ടീച്ചറോടാണെങ്കിലോ 7 ജന്മത്തിലെ കലിപ്പാണ്. +1 ക്ലാസ് ആരംഭിച്ചിട്ട് ദിവസങ്ങളോളം ആയിട്ടുള്ളൂ. ജൂനിയേഴ്സിനെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി അരുണും വിശാലും രാഹുലും കൂടി +1 ബ്ലോക്കിലേക്ക് പോയി. സംസാരിച്ചു കൊണ്ട് വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് എതിർവശത്ത് നിന്ന് ഇംഗ്ലീഷ് ലെക്ചർ ശ്യാമ ടീച്ചർ നടന്നു വരുന്നത് കണ്ടത്. അരുണും വിശാലും പുഞ്ചിരിച്ചുകൊണ്ട് രാഹുലിനെ നോക്കി. എടാ രാഹുലെ, നോക്കടാ, നിന്റെ ഫേവറേറ്റ് ടീച്ചർ വരുന്നു. പെൺപിള്ളേരെയും നോക്കി നടക്കുകയായിരുന്ന രാഹുൽ അത് കേട്ട് തലചരിച്ച് അവരെ നോക്കി. എൻ്റെ ഫേവറേറ്റ് ടീച്ചറോ? അതാരേ? ശ്യാമ ടീച്ചർ. ആ പേര് കേട്ടതും അവൻ ഞെട്ടി. എവിടെ? അവൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. താഴെ നോക്കടാ, നേരെ നോക്കടാ, വിശാൽ പറഞ്ഞു. അവൻ നേരെ നോക്കി. വരാന്തയിലൂടെ നടന്നു വരുന്ന ടീച്ചറെ കണ്ട് അവൻ പല്ല് ഞെരിച്ചു. ഓ എൻ്റെ ദൈവമേ, ഈ പണ്ടാരക്കാർക്ക് 12 വയസ്സ് 19 കഴിഞ്ഞല്ലോ. ഇനി റിട്ടയർമെൻറ്റ് വാങ്ങി വീട്ടിലെങ്ങാനും ഇരുന്നൂടെ മനുഷ്യന് മെനക്കെടുത്താൻ? അവൻ ദേഷ്യത്തോട് പറഞ്ഞു. നിനക്കെന്തിനാണ് ടീച്ചറോട് ഇത്ര ദേഷ്യം? ഞാൻ നല്ല ടീച്ചറല്ലേ? പിന്നെ നല്ല ടീച്ചർ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കഴിഞ്ഞ തവണ പരീക്ഷ പേപ്പർ തരുമ്പോൾ ആ രാക്ഷസിയുടെ തെറി കേൾക്കാൻ വയ്യെന്ന് കരുതി ചെവിട്ടിൽ വെച്ചതാണ് എൻ്റെ പഞ്ഞി. 1 മണിക്കൂറോളമുള്ള ശകാരം കഴിഞ്ഞ് നോക്കിയപ്പോൾ പഞ്ഞി എടുക്കാൻ പറ്റുന്നില്ല. അതുപോലും പേടിച്ച് എൻ്റെ ചെവിക്കുള്ളിലേക്ക് കയറി കൂടി കൊടുക്കും. ഹോസ്പിറ്റലിൽ ചെന്ന് പഞ്ഞി എടുത്തത്. അത് രാക്ഷസിയാടാ, രാക്ഷസി. അവൻ അമർഷത്തോട് പറഞ്ഞു. നീ ഇങ്ങനെ പഠിക്കാതെ എഴുപ്പ് നടക്കുന്നതുകൊണ്ടല്ലേ ടീച്ചർ നിന്നെ എന്ന് വഴക്ക് പറയുന്നത്? നീ എന്തെല്ലാം പഠിച്ചാൽ ടീച്ചർക്ക് നിന്നെ ഇഷ്ടമാവില്ലേ? അപ്പോൾ വഴക്കൊന്നും പറയില്ല, അവനോട് ഉപദേശിച്ചു. പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ആരെയും കഷ്ടം വന്ന് നേടിയെടുക്കണ്ട, പ്രത്യേകിച്ച് ആ കിളവിയുടെ. അവൻ മുഖമ്മദ് തിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് ടീച്ചർ അവരുടെ അടുത്തെത്തി. ഗുഡ് മോർണിംഗ് ടീച്ചർ, അരുണും വിശാലും പുഞ്ചിരിയോട് പറഞ്ഞു. ടീച്ചറും അവരെ നോക്കി പുഞ്ചിരിച്ചു. വെരി ഗുഡ് മോർണിംഗ്. ടീച്ചർ തിരിച്ചും വിഷ് ചെയ്തു. രാഹുൽ വിനയത്തോടെ ടീച്ചറെ നോക്കി. ഗുഡ് മോർണിംഗ് ടീച്ചർ. അവൻ ചിരിച്ചുകൊണ്ട് വിനയത്തോട് പറഞ്ഞു. ടീച്ചർ അവനെ അടിമുടി നോക്കി, എന്നിട്ടൊന്ന് മൂളി. മോർണിംഗ് ഗൗരവത്തോടെ പറഞ്ഞ് ടീച്ചർ നടന്നു. ശ്യാമ പോയതും രാഹുൽ അവരെ കൊഞ്ഞനം കുത്തി. ഓ എന്താ ബോസ്, പാവം കടാത്തൊന്നും ഈ സ്കൂളിലെ പ്രിൻസിപ്പളാണ് രാക്ഷസി. രാഹുൽ പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിയടാ, പാവം ടീച്ചർ. ടീച്ചർ പറഞ്ഞു. അപ്പോഴാണ് വരാന്തയിലൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവൻ കണ്ടത്. അവളെ കണ്ടതും വണ്ടറടിച്ചതുപോലെ അവൾക്ക് സ്റ്റക്കായി നിന്നു. ഏതാടാ ആ പെണ്ണ്? അവൻ വായ പൊളിച്ച് നിന്നുകൊണ്ട് ചോദിച്ചു. ഏത് പെണ്ണ്? വിശാൽ ചോദിച്ചു. തോണ്ടേ അവിടെ നിൽക്കുന്ന ആ മെലിഞ്ഞ സുന്ദരി. അവൻ ചൂണ്ടിയിടത്തേക്ക് ഇരുവരും നോക്കി. ഓ അവളോ? പേര് അമൃത, വയസ്സ് 16, കോമേഴ്സ് ബാച്ചിൽ പഠിക്കുന്നു. ലവ് ഷോറിൽ 32-ാം വീട്ടിൽ താമസിക്കുന്നു. അച്ഛൻ താലൂക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫ്. ഒരു അനിയൻ സെൻറ്റ് മേരീസിൽ 4-ാം ക്ലാസ് പഠിക്കുന്നു. രാവിലെ സ്കൂൾ ബസ്സിൽ വരുന്നു, വൈകുന്നേരം ലൈവ് ബസ്സിൽ പോകുന്നു. ഇനി എന്തെങ്കിലും അറിയണോ? രാഹുൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. വിശാലും അരുണും അന്തം വിട്ട് വായും പൊളിച്ച് അവനെ നോക്കി. അയ്യോ വേണ്ടായേ, ഇതിൽ കൂടുതൽ എന്ത് പറയാനാടാ? വിശാൽ ചോദിച്ചു. അത് പോടാ, രാഹുൽ പറഞ്ഞു. എടാ രാഹുൽ, എനിക്ക് ആ പെണ്ണ് ഒരുപാട് ഇഷ്ടമായി. വളയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ. അവൻ രാഹുലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ ഇപ്പോൾ ഗൗരവത്തോടെ അവനെ നോക്കി. പ്ലീസ് ദാ, അവൻ കെഞ്ചി. നിനക്കൊന്നും വേറെ പണിയില്ലേ പ്രേമിക്കാൻ? നമ്മളിവിടെ വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ കണ്ണി കണ്ട പെമ്പിളായിട്ട് പിന്നാലെ നടക്കാനില്ല. വിശാൽ അമർഷത്തോടെ പറഞ്ഞു. നീ ഒന്ന് പോടാ പരീക്കുട്ടി. ആദ്യത്തെ പ്രേങ്ങ ചീറ്റിപ്പോയതിൻ്റെ കലിപ്പ് നീ നിൻ്റെ കൈ വെച്ചോണ്ടാൽ മതി. അരുൺ നീ വാടാ. രാഹുൽ പറഞ്ഞ് അരുണിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. വിശാൽ അവരെ നോക്കി. ശരി, എന്നാൽ നീ അനുഭവിച്ചോ, വിശാൽ പറഞ്ഞു. ഇരുവരും അവനെ ഒന്ന് തുറച്ചു നോക്കി. അവൻ പറയുന്നൊന്ന് നീ കാര്യമാക്കട. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ നോക്കിക്കോ. ഈ പ്രേമമെന്ന് പറയുന്നത് നല്ല സുഖമുള്ള ഒരു അനുഭവമാണ്.
അരുൺ പുഞ്ചിരിച്ച്, നിനക്കിതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് അല്ലേ, നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. നീ ആദ്യം നിൻ്റെ ഇഷ്ടം അവളോട് അവളെ അറിയിക്കണം. അരുണിൻ്റെ മുഖത്ത് ചിരിമഞ്ഞ്. അവൻ മനസ്സിലാവാതെ രാഹുലിനെ നോക്കി. അതിനെന്താണ് ഒരു വഴി? മണ്ടാ, നീ പോയി അവളോട് നേരിട്ട് പറയണം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അരുൺ ഞെട്ടി. അയ്യോ, അവളോട് നേരിട്ട് പറയണം? എനിക്ക് പേടിയാ. രാഹുലും വിശാലും വായും പൊളിച്ച് അവനെ നോക്കി. നാണമില്ലല്ലോടെ പോത്തെ. ശരി, പറയാൻ പേടിയാണെങ്കിൽ വേണ്ട, അത് എഴുതി അറിയിച്ചാൽ മതി. എന്ന് വെച്ചാൽ എടാ പൊട്ട, ഒരു പ്രേമലേഖന എഴുതി അവൾക്ക് കൊടുക്കാൻ. അവൻ വിഷമത്തോടെ മുഖം ചൊളിച്ച് രാഹുലിനെ നോക്കി. എന്തു പറ്റി? അവൻ്റെ മുഖഭാവം കണ്ട് രാഹുൽ ചോദിച്ചു. അതിനെനിക്ക് പ്രേമലേഖനം എഴുതാൻ അറിയില്ലടാ. വിശാൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എടാ നാണം കെട്ടവനെ. സാരമില്ല, നിനക്ക് വേണ്ടി ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. നല്ലൊരു പ്രേമലേഖനം എഴുതി ഞാൻ തരാം, രാഹുൽ പറഞ്ഞു. അവർ നന്ദിയോടെ അവൻ്റെ കൈ പിടിച്ചു. വൈകുന്നേരം വീട്ടിലെത്തിയ രാഹുൽ തട്ടിൻപുറത്ത് വലിഞ്ഞു കയറി പഴയ വാരികകളെല്ലാം തപ്പിയെടുത്തു. അതിൽ നായകൻ നായികയോട് പറയുന്ന ഡയലോഗുകൾ ചേർത്ത് ഒരസൽ പ്രേമലേഖനം എഴുതി. പിറ്റേന്ന് കാലത്ത് അഭിമാനത്തോടെ അത് അരുണിന് നൽകി. അത് വായിച്ചു നോക്കി അരുൺ ശരിക്കും അന്തം വിട്ട് നിന്ന് പോയി. വിശ്വാസം വരാതെ രാഹുലിനെ നോക്കി. പിന്നെ അവനെ ചേർത്ത് പിടിച്ചു. രാഹുൽ, യു ഗ്രേറ്റ്, നീ വലിയവനാടാ, വലിയവൻ, അരുൺ അഭിമാനത്തോടെ പറഞ്ഞു. രാഹുൽ എളിമയോടെ ചിരിച്ചു. ഇതൊക്കെ എന്ത്, അവൻ പറഞ്ഞു. വരാന്തയിലൂടെ കൂട്ടുകാർക്കൊപ്പം നടക്കുകയായിരുന്നു അമൃത. അല്പം ടെൻഷനോടെ അരുൺ അവളുടെ അരികിലേക്ക് ചെന്നു. ഹായ് അമൃത, അവൻ വിളിച്ചു. അവൾ നിന്ന് ആരാ എന്ന ഭാവത്തിൽ അവൻ നോക്കി. ഞാൻ അരുൺ, +2 കോമേഴ്സ്. എന്താ കാര്യം? അവൾ ചോദിച്ചു. അവൻ അല്പം പരിഭ്രമത്തോടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കത്തെടുത്തു. ഇത് എൻ്റെ മനസ്സാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. പ്ലീസ് ഇത് വായിക്കണം, എന്നിട്ട് ഒരു മറുപടി തരണം, അവൻ പറഞ്ഞു. അവൾ ആദ്യം ഒന്ന് അമ്പായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന ഭാഗത്ത് കൂട്ടുകാരെ നോക്കി. അവർ ചിരിച്ചുകൊണ്ട് വാങ്ങാനാങ്ങാൻ കേട്ടു. അവളത് വാങ്ങി വായിച്ചു നോക്കി. വായിക്കുന്നവരും അവളുടെ മുഖത്ത് ചിരി വിടരുന്നത് കണ്ട് അവനൊന്ന് സംശയിച്ചു. ദൈവമേ, ഇവളെന്താ കേൾക്കുന്നത്? എന്നെ ആക്കുന്നതാണോ? അവൻ മനസ്സിൽ പറഞ്ഞു. കത്ത് മുഴുവനും വായിച്ചതും അവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ചേട്ടാ, ഇതിലും നല്ല ഡയലോഗ് ഈ ആഴ്ചത്തെ പതിപ്പിലുണ്ടായിരുന്നല്ലോ. ഹൃദയ സഖിയിലെ അപ്പുക്കുട്ടൻ ദേവിയോട് പറയുന്ന ഡയലോഗ് ആ ലക്കം കിട്ടിയില്ലായിരുന്നോ? ഇല്ലേ, നാളെ ഞാൻ കൊടുത്തരാം. അവനൊന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് അവനെ നോക്കി. ചേട്ടാ, വല്ലവരും എഴുതിയത് കോപ്പിടിക്കാതെ സ്വന്തമായി എന്തെങ്കിലും എഴുതാൻ നോക്കി. മനോരമയും മംഗളമൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരമായി വാങ്ങുന്നതാ. അതിലെ നോവലുകളിലെ ഞാൻ മുടങ്ങാതെ വായിക്കുന്നതുമാണ്. പാടി. അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ കൂട്ടുകാർക്കൊപ്പം നടന്നു. അരുൺ ജാളിയതോടെ മുഖം കുനിച്ച് തിരിഞ്ഞു നടക്കവേ തൂണും ചേരി നിൽക്കുന്ന വിശാലിനെ കണ്ട്. അവന് പിന്നിൽ മറിഞ്ഞു നിന്ന് പേടിയോടെ തന്നെ എത്തി വിളിഞ്ഞു നോക്കുന്ന രാഹുലിനെ കണ്ട് അവനെ ഐരിഷ്യം കയറി. പല്ല് കടിച്ച് ദേഷ്യത്തോടെ മുഷ്ടി ചിരിച്ച് അവൻ അലറി. തന്നെ ഞാൻ അവന് നേരെ ചെന്നതും അയ്യോ എന്നാ കളവന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് രാഹുൽ ഓടി. നിൽക്കടാ അവിടെ, നിന്നെ ഞാൻ കൊല്ലുവിടാ എന്ന് പറഞ്ഞുകൊണ്ട് അരുണും പിന്നാലോടി. ഇത് കണ്ട് വിശാൽ പൊട്ടിച്ചിരിച്ചു. പിന്നീട് പലതവണ അരുൺ അമൃതയ്ക്ക് പ്രേമലേഖനം കൊടുത്തു. പക്ഷേ അവയുടെയെല്ലാം സ്ഥാനം ചവറ്റുകൊട്ടയിലായിരുന്നു. അങ്ങനെ പരീക്ഷ വന്നു. എടാ, ഞാൻ ഇന്ന് അവൾക്ക് മലയാളത്തിൽ പ്രേമലേഖനം എഴുതി കൊടുത്തത് കൊണ്ടാവുമോ അവൾ എന്നെ മൈൻഡ് ചെയ്യാത്തത്? വീട്ടിലേക്ക് നടക്കവേ അരുൺ സംശയത്തോടെ കൂട്ടുകാരോട് ചോദിച്ചു. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അയൽക്കും. എന്നല്ലേ, നാളെ ഞാൻ അവൾക്ക് ഇംഗ്ലീഷിലൊരു ലവ് ലെറ്റർ എഴുതി കൊടുത്താലോ? വളരെ നല്ല ഐഡിയ. വേണമെങ്കിൽ രാഹുൽ പറയാൻ വന്നതും അരുൺ കണ്ണു വീഴ്ച അവനെ നോക്കി. അയ്യോ വേണ്ടായേ, ഒരു തവണ നീ സഹായിച്ചത് തന്നെ ധാരാളം. ഇത്തവണ ഞാൻ തന്നെ എഴുതിക്കോളാം, അരുൺ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, രാഹുലും പറഞ്ഞു. സ്കൂളിലെ മരത്തണലിൽ അരുണിനെയും പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു രാഹുലും വിശാലും. അരുൺ സന്തോഷത്തോടെ അവർക്കരികിലേക്ക് ഓടി വന്ന് നിന്ന് കിതച്ചു. എന്താടാ, നിന്നെ വല്ല പട്ടിയും കടിക്കാൻ ഓടിച്ചോ? വിശാൽ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് മടക്കി ഒരു കടലാസ് എടുത്ത് കാണിച്ചു. എന്താടാ ഇത്? ഇരുവരും മനസ്സിലാകാതെ ചോദിച്ചു. ലവ് ലെറ്റർ, അമൃതയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ ഇംഗ്ലീഷ് ലവ് ലെറ്റർ. രാഹുൽ സന്തോഷത്തോടെ എഴുതിയിട്ട്. ആണോ, നോക്കട്ടെ. രാഹുൽ കത്ത് വാങ്ങിക്കാൻ ഒരുങ്ങിയതും അവൻ കൈവലിച്ചു. ആഹാ, നോണോ, ഇത് അവൾ മാത്രം വായിച്ചാൽ മതി. അതും പറഞ്ഞ് അവൻ കത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിട്ട്. ഇംഗ്ലീഷിൽ 20 മുകളിൽ മാർക്ക് വാങ്ങിക്കാത്ത നിനക്ക് ഇംഗ്ലീഷ് ലെറ്റർ കിട്ടിയിട്ട് എന്ത് കാര്യം? വിശാൽ ചോദിച്ചു. പെട്ടെന്ന് ഒരു കാര്യമോർത്ത് അവൻ ഞെട്ടി. അയ്യോ, ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയില്ലേ? ഞാനൊരു ഒത്തു പഠിച്ചിട്ടില്ല. പേപ്പർ തരുമ്പോൾ രാക്ഷസിയുടെ പൂര തെറിയായിരിക്കും. ഞാൻ ഇങ്ങോട്ടുള്ള ഓടിപ്പോകാൻ പോവാ, രാഹുൽ വിഷമത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ വിഷമിക്കാതെ.
വിഷമിക്കാതെ, പിന്നെ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ആ പറയുന്ന മുഴുവനും എന്നാണല്ലോ. ചെക്കിംഗ് ഉള്ളത് കൊണ്ട് കോപ്പി അടിക്കാനൊന്നും എടുക്കാൻ പറ്റില്ല. രാഹുൽ വിഷമത്തോടെ പറഞ്ഞു. കളയടാ, ആ ലെറ്റർ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് 10 മാർക്കിന് ഷുവറാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്, ഞാനത് തരാം, എന്താ? വിഷയ ചോദിച്ചു. രാഹുൽ സന്തോഷത്തോടെ അവനെ നോക്കി. നീയാടാ യഥാർത്ഥ ഫ്രണ്ട്, രാഹുൽ സന്തോഷത്തോടെ പറഞ്ഞു. ബെല്ലടിച്ചപ്പോൾ എല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് കയറിയിരുന്നു. ടീച്ചർ വന്ന് എല്ലാവർക്കും ക്വസ്റ്റ്യൻ വിതരണം ചെയ്തു. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയതോടെ രാഹുൽ ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. ലെറ്റർ ക്വസ്റ്റ്യൻ കണ്ടതും അവൻ ആശ്വാസമായി. അവൻ തിരിഞ്ഞ് വിശാലിനെ നോക്കി. പേപ്പർ അവൻ ആകെ കാണിച്ചു. ടീച്ചർ മാറിയ തക്കം നോക്കി അവൻ പേപ്പർ എടുത്ത് മുന്നിലിരിക്കുന്ന അരുണിന് നൽകി. അരുണത് രാഹുലിന് നൽകാൻ ഒരുങ്ങിയതും ടീച്ചർ തിരിഞ്ഞു നോക്കി. അരുൺ ഞെട്ടി വേഗ കടലാസ് പാനിൻ്റെ പോക്കറ്റിൽ വെച്ച് ഒന്നും അറിയാത്ത മട്ടിൽ എഴുത്തു തുടർന്നു. ടീച്ചർ മാറിയതും അവൻ വേഗം പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്ത് രാഹുലിന് നൽകി. കിട്ടിയ പഴയ ഒന്ന് വായിച്ച് പോലും നോക്കാതെ അവൻ അതേപടി അത് ആൻസർ ഷീറ്റിൽ പകർത്തി. എക്സാം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. അരുൺ കത്തുമായി അമൃതയുടെ അരികിലേക്ക് ചെന്നു. അമൃത പ്ലീസ്, ഈ കഥകൾ നീ വായിച്ച് എനിക്കൊരു മറുപടി തരണം പ്ലീസ്, അവൻ കെഞ്ചി. സഹികെട്ട് അവൾ അത് വായിച്ചു നോക്കി. അവളുടെ മുഖം മുറുകി. അത് ശരി, അപ്പോൾ ഇതാണല്ലേ നിങ്ങളുടെ 1ാം റാങ്കിൻ്റെ വിജയരഹസ്യം. മര്യാദയ്ക്ക് എൻ്റെ പിന്നാലെ നടക്കുന്ന ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ല, ഇക്കാര്യം ഞാൻ ടീച്ചറോട് പറഞ്ഞേക്കാം. ദേഷ്യത്തോട് പറഞ്ഞ കത്ത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ നടന്നു. അവനൊന്നും മനസ്സിലാകാതെ വായും പൊളിച്ച് നിന്നു. ഇവളെന്താ അങ്ങനെ പറഞ്ഞത്? അത് പറഞ്ഞ് അവൻ കത്തെടുത്ത് നോക്കിയത് ഷോക്കേറ്റതുപോലെ തരിച്ചു നിന്നുപോയി. ദൈവമേ, ഇത് ലെറ്റർ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? അപ്പോൾ ഞാൻ രാഹുലിന് കൊടുത്തത്? അവനാകെ കിളിപോയ അവസ്ഥയായി. എടാ രാഹുലേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞോടി. മാവൻ ചുവട്ടിൽ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു അരുൺ. രാഹുൽ അവൻ്റെ അരികിലേക്ക് വന്നു. അരുൺ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? രാഹുൽ ചോദിച്ചു. അരുൺ തെല്ല് പരിഭ്രമത്തോടെ അവനെ നോക്കി. എന്താണ്, എന്തു പറ്റി? എൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? അരുൺ എന്തു പറയണം എന്നറിയാതെ മുഖം കുനിച്ച് നിന്നു. മനസ്സിലായി, ആ കത്തും അവൾ ചുട്ടിയായിരുന്നല്ലേ. നീ വിഷമിക്കണ്ട, അവൾ പോണെങ്കിൽ പോട്ടെ, എനിക്ക് അവളെക്കാളും നല്ല പെണ്ണ് ഞാൻ കണ്ടെത്തി തരും, രാഹുൽ പറഞ്ഞു. അതല്ലടാ, ഇന്നലെ ഞാൻ നിനക്ക് തന്ന പേപ്പറില്ലേ, നീ അത് തന്നെയാണ് എഴുതി വെച്ചത്? ആ അതെ, അതിലിപ്പോൾ എന്താ? അരുണിൻ്റെ നെഞ്ചൊന്ന് കാളി. എടാ രാഹുലേ എന്ന് വിളിച്ചുകൊണ്ട് വിശാൽ അവിടേക്ക് വന്നു. എന്താടാ, നീ അറിഞ്ഞോ നിൻ്റെ ആൻസർ ഷീറ്റ് വായിച്ചിട്ട് ശ്യാമ ടീച്ചർ ബോധം കെട്ടി വീണെന്ന്? എൻ്റെ ആൻസർ ഷീറ്റ് വാങ്ങിച്ചിട്ടോ? രാഹുൽ അത്ഭുതത്തോട് ചോദിച്ചു. അരുൺ കാറ്റുപോയ അവസ്ഥയായി. രാഹുൽ ഒന്നും മനസ്സിലാക്കാതെ വായും പൊളിച്ച് നിന്നു. എടാ രാഹുലെ, അരുൺ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്താടാ? എടാ, എനിക്കിന്നൊരു അബദ്ധം പറ്റി. ഇന്നലെ ആ ലെറ്റർ ക്വസ്റ്റ്യന് ആൻസറിന് പകരം ഞാൻ നിനക്ക് തന്നത് അമൃതയ്ക്ക് ഞാൻ കൊടുക്കാൻ വെച്ച ലവ് ലെറ്ററാടാ, അരുൺ പറഞ്ഞൊപ്പിച്ചു. രാഹുൽ വെടികൊണ്ട കണക്ക് കണ്ണും വീഴ്ച നിന്ന് പോയി. എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് വീഴാൻ പോയ രാഹുലിനെ ഇരുവരും ചേർന്ന് താങ്ങി പിടിച്ചു. ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിൽ മൂവരും ഇരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ താഴേക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയായിരുന്നു രാഹുൽ. എടാ, എന്നാലും ആ ലവ് ലെറ്റർ ഞാനിനി എങ്ങനെ ടീച്ചറുടെ മുഖത്ത് നോക്കും? രാഹുൽ ജാള്യതയോടെ ചോദിച്ചു. നീ വിഷമിക്കണ്ട, ടീച്ചർ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ പേടിക്കണ്ട, വിശാൽ പറഞ്ഞു. അതെ, ടീച്ചറോട് ചെന്ന് ഒരു സോറി പറഞ്ഞാൽ മതി, ഞാനും കൂടി വരാം, അരുൺ പറഞ്ഞു. രാഹുൽ മുഖം തിരിച്ച് അവനെ രൂക്ഷമായി നോക്കി. നീ വേണ്ടരുത്, അവൻ്റെ ഒരു ലവ് ലെറ്റർ മണ്ണ കട്ടാതെ. രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നമുക്കിടയിൽ പെണ്ണ് പ്രേമം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ അമ്മച്ചനെ അവനെ പോലും ഞാനും ചാവും. ഇനി പഠിത്തം, അത് മാത്രം മതി നമുക്കിടയിൽ. അതും പറഞ്ഞ് രാഹുൽ പുസ്തകവും എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. വിശാലും അരുണും അന്തം വിട്ട് അവനെ നോക്കി നിന്നു. നാളുകൾ കടന്നുപോയി. +2 പബ്ലിക് എക്സാം കഴിഞ്ഞു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡിസ്റ്റിങ്ഷനോടെ രാഹുൽ സ്കൂളിലെ 1ാമനായി. കാലം പിന്നെയും കടന്നുപോയി. പഠിച്ചൊരു അധ്യാപകനായ രാഹുൽ ഒടുവിൽ അതേ സ്കൂളിലെ പ്രിൻസിപ്പളായി. പ്രിൻസിപ്പാളിൻ്റെ കസേരയിൽ ഞെരിഞ്ഞിരിക്കുന്ന രാഹുലിനെ നോക്കി അവിടുത്തെ സഹ അധ്യാപകരായ വിശാലും അരുണും ഒരു നെടുവീർപ്പോട് പറഞ്ഞു. എന്നാലും ഒരു ലവ് ലെറ്റർ വരുത്തി വെച്ചൊരു വിനയേ. അവസാനിച്ചു. ശുഭം.